Okay, dear students, welcome back to the class. Hope that you remember all what we learned in the last class. അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മക്കളെ? നമ്മൾ ഏതൊക്കെ വാക്കുകളായിരുന്നു കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? യെസ്, ആഹാസ്. ആഹാസ് ഇപ്പൊ പറഞ്ഞു തരും. ആഹാസ് അൺമ്യൂട്ട് ചെയ്തേ മോനെ. പറയൂ, നമ്മൾ എന്തൊക്കെയാ കഴിഞ്ഞ ഗുഡ് മോർണിംഗ് മോനെ, പറയൂ നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയാ പഠിച്ചേ? യെസ്, ടേബിൾ, ഡക്ക്, പിന്നെ നമ്മൾ പഠിച്ചു ബാഗ് ആൻഡ് ക്യാപ് അല്ലേ? 4 വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലേ? അതിന്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയാമോ? ടീച്ചറും ചോദിച്ചു നോക്കട്ടെ. യെസ് യെസ് യെസ്. ഇഷാൻ, ഇഷാൻ അൺമ്യൂട്ട് ചെയ്തേ. ഇഷാന് അൺമ്യൂട്ട് ചെയ്തേ. ടേബിളിന്റെ സ്പെല്ലിംഗ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആയില്ല, ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ മോനെ, നോക്കിക്കേ. ടേബിളിന്റെ സ്പെല്ലിംഗ് ടീച്ചർക്ക് പറഞ്ഞു തരുമോ? യെസ്, പറയൂ. വെരി ഗുഡ്, മിടുക്കനാട്ടോ, മിടുക്കൻ, നല്ല മോന, പഠിച്ചു. ടേബിളിന്റെ സ്പെല്ലിംഗ് ഇഷാൻ പറഞ്ഞു തന്നു. ഇനി നമുക്ക് ഡക്കിന്റെ സ്പെല്ലിംഗ് വേണം അല്ലേ? ഡക്കിന്റെ സ്പെല്ലിംഗ് അയോൺ സാബിൻ അൺമ്യൂട്ട് ചെയ്തേ മോനെ. അയോൺ അൺമ്യൂട്ട് ചെയ്തേ. ഡക്കിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. വെരി ഗുഡ്, എടുക്കൻ. TUCK, ഡക്ക്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഏത് സ്പെല്ലിംഗ്? ബാഗ് അല്ലേ? ഇനി ബാഗിന്റെ സ്പെല്ലിംഗ് ആരാ പറയുന്നത്? നഹ്ല ഫാത്തിമ അൺമ്യൂട്ട് ചെയ്തേ മോളെ. നഹ്ല ഫാത്തിമ ബാഗിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ മോളെ. BAG, മെഡിക്കി, ഗുഡ്. യെസ്, ഇനി ടീച്ചർ നോക്കട്ടെ അടുത്ത ആരാ പറയുന്നതെന്ന്. യെസ്, ഷൻസ ഫാത്തിമ അൺമ്യൂട്ട് ചെയ്തേ മോളെ. അൺമ്യൂട്ട്. വെരി ഗുഡ്, CAP, ക്യാപ്. ഓക്കെ, ടീച്ചർ കുറച്ചു പേരോടെ ചോദിക്കാൻ പറ്റുള്ളൂ അല്ലേ? എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവർ പിണങ്ങുമോ? ഇല്ല അല്ലേ, പിണങ്ങൂല. കാരണം നിങ്ങൾക്ക് അറിയാം നമുക്ക് കുറച്ച് സമയമുള്ളൂ, നമ്മൾ ഒത്തിരി ആൾക്കാരുണ്ട് അല്ലേ? അപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് ടീച്ചർക്ക് അറിയാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 4 വാക്കുകളുടെ സ്പെല്ലിങ് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ എഴുതി പോസ്റ്റ് ചെയ്തായിരുന്നു. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കണം അല്ലേ? ഇന്ന് നമുക്ക് 2 അവർ ഉണ്ട് ഇംഗ്ലീഷ് അല്ലേ? ഈ അവർ കഴിഞ്ഞ പിന്നെ 1 അവറും കൂടി ഉണ്ട് ഇംഗ്ലീഷ് അല്ലേ? അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് വാക്ക് ലോഗ് എന്നാണ്. ലോഗ്, LOG. ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോ ആദ്യം തന്നെ ഈ ലോഗിന്റെ നേരെ ഇവിടെ നമ്മൾ ഡേറ്റ് ഇട്ട്, ഇന്നത്തെ ലോഗിന്റെ നേരെ ഇന്നത്തെ ഡേറ്റ് ഇട്ട് വെച്ചേ. ഇന്നത്തെ ഡേറ്റ് 13 അല്ലേ? അപ്പോ 13/7 ഇട്ട് വെച്ചേ ഇന്നത്തെ ഡേറ്റ് ലോഗിന്റെ നേരെ. അപ്പൊ നമ്മൾക്ക് ഓർമ്മ കിട്ടും നമ്മൾ ഇന്ന് ഏതാ പഠിച്ചെന്ന്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയപ്പോ ഓർമ്മ കിട്ടി. അപ്പൊ അതുപോലെ ഇന്നത്തെ ഡേറ്റ് ഇട്ട് വെച്ചേ. ലോഗ്, LOG. ലോഗിന്റെ സ്പെല്ലിംഗ് എന്താ? LOG. അപ്പൊ ലോഗ് എന്താന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്, പിക്ചർ അവിടെ ഉണ്ടല്ലേ? തടിക്കഷ്ണോ അല്ലേ? ഒരു തടിക്കഷ്ണം കണ്ടോ അവിടെ? ഒരു തടി കണ്ടോ? LOG, ലോഗ്. എന്താണ് ലോഗ് എന്ന് പറഞ്ഞ? എന്താ? തടിക്കഷ്ണം അല്ലേ? ലോഗിന്റെ സ്പെല്ലിംഗ് എന്താണ് പറഞ്ഞേ? LOG, ലോഗ് അല്ലേ? ഗുഡ്, LOG, ലോഗ്. അപ്പൊ അതിന്റെ തൊട്ട് താഴത്തെ നോക്കിക്കേ, സിബ്, ZIP. അതിന്റെ നേരെയും ഇന്നത്തെ ഡേറ്റ് ഇടണേ. സിബിന്റെ നേരെയും ഇന്നത്തെ ഡേറ്റ് ഇട്ട് വെക്കണേ. സിബിന്റെ നേരെ ഇന്നത്തെ ഡേറ്റ് ഇടുക. സിബ്, സിബിന്റെ സ്പെല്ലിംഗ് എന്നാ? ZIP. ഇവിടെ കണ്ടോ? സിബിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ഈ ക്ലാസ്സിൽ നമ്മൾ 2 വാക്ക് പഠിക്കും. അടുത്ത ക്ലാസ്സിൽ ബാക്കി 2 വാക്കും കൂടെ പഠിക്കും. അപ്പൊ നമ്മൾ ഇന്ന് മൊത്തം 4 വാക്കുകൾ പഠിക്കും കേട്ടോ. ഫസ്റ്റ് വൺ ലോഗ്, സെക്കൻഡ് വൺ സിപ്പ്. ലോഗിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ മക്കളെ. LOG ലോഗ്. സിബോ ZIP സിപ്പ്. ലോഗ് ആൻഡ് സിപ്പ്. ലോഗ് എന്ന് പറഞ്ഞാൽ തടി കഷ്ണാണ്. സിബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിബ് അല്ലേ, ഇവിടെ പിക്ചർ തന്നെ കൊടുത്തിട്ടുണ്ട് സിബ്. യെസ്. ഇനി നമുക്ക് നോട്ട്ബുക്ക് എടുത്തേ മക്കളെ. നോട്ട്ബുക്ക് എടുത്തേ. നോട്ട്ബുക്ക് എടുത്തേ. എന്നിട്ട് ഒരു ഫ്രഷ് പേജ് അല്ലേ, പുതിയൊരു പേജ് എടുത്തേ. പുതിയൊരു പേജ് എടുത്തിട്ട് ആദ്യം എന്താ ചെയ്യണ്ടേ? ഡേറ്റ് ഇടണ്ടേ? യാ, ആദ്യം ഡേറ്റ് ഇടുക. നോട്ട്ബുക്കിലെ പുതിയൊരു പേജ് എടുത്തിട്ട് അവിടെ ഡേറ്റ് ഇട്ടേ. ഡേറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ടീച്ചർ പറയുന്ന ചെയ്യേണ്ടത്. അപ്പോ 2 വാക്ക് നമുക്ക് ഇന്ന് എഴുതണം. അപ്പൊ എങ്ങനെയാണ്? നോട്ട്ബുക്കിന്റെ ഫസ്റ്റ് ലൈനില് ആദ്യം ഒരു വാക്ക് എഴുതുക, എന്നിട്ട് ഇപ്പുറത്ത് അടുത്ത വാക്ക് എഴുതുക. അപ്പൊ ഒരു പേജിൽ 2 വാക്കാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ആ വിധത്തിൽ എഴുതുക. നോക്കിക്കോ, ഇപ്പൊ ടീച്ചർ കാണിച്ചു തരാം. ഐവിൻ ജേക്കബ് എന്താ മോനെ? ഐവിൻ ഇവിടെ? ഐവിൻ എന്താ? ഐവിനെ അൺമ്യൂട്ട് ചെയ്തേ. ഐവിൻ അൺമ്യൂട്ട് ചെയ്തേ. ഐവിൻ എന്താ? ഐവിൻ സംസാരിച്ചേ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചേ. ഫോണില് തൊടരുത് കേട്ടോ. ഐവിൻ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ ടീച്ചറിനോട്? ഉണ്ടോടാ ഐവിനെ? ഒന്നും പറയാനില്ലെങ്കിൽ സ്ക്രീനിൽ വെറുതെ തൊടരുത് കേട്ടോ. ഓക്കെ. അപ്പൊ ടീച്ചർ പറഞ്ഞതുപോലെ ബുക്ക് എടുക്കുക. ഓക്കെ. എന്നിട്ട് നമുക്ക് ആദ്യം ടീച്ചർ ഇന്നത്തെ ഡേറ്റ് ഇടണം എന്ന് പറഞ്ഞു അല്ലേ? സൈഡിൽ ഇന്നത്തെ ഡേറ്റ് ഇടുക. എന്നിട്ട് ഫസ്റ്റ് വേർഡ് എന്താ നമ്മൾ ഇന്ന് ആദ്യം പഠിക്കുന്നേ? LOG ലോ. ലോ. ലോഗ്. ബുക്കിലെ ഫസ്റ്റ് പേജിലെ പേജിലെ ഫസ്റ്റ് ലൈനില് ആദ്യം എഴുതേണ്ട വാക്കാണ് ലോ. LOG ലോ. പിന്നെ രണ്ടാമത്തെ വാക്ക് ഏതായിരുന്നു? സിബ് അല്ലേ? ZIP സിബ്. രണ്ടാമത്തെ വാക്ക് സിബ്.
അപ്പൊ ആ ഒരു പേജിൽ 2 വാക്ക് മതി കേട്ടോ, ലോഗും സിപ്പും. ഈ പേജ് കംപ്ലീറ്റ് ആക്കണേ. ഇപ്പൊ 2 ലൈനിൽ എഴുതിയാൽ മതി, പിന്നീട് നിങ്ങളിത് ഫുള്ളാക്കി ചെയ്യണം. ലോഗിന്റെ സ്പെല്ലിംഗ് പറഞ്ഞ് എഴുതണേ നിങ്ങൾ എഴുതുമ്പോഴേ. LOG ലോഗ്, ZIP സിപ്പ്. LOG log, ZIP സിപ്പ്. ഹാൻഡ് റൈറ്റിംഗ് ഷുഡ് ബി വെരി നീറ്റ്. ഓക്കെ, നമ്മൾ എഴുതുമ്പോ നല്ല ഭംഗിയായിട്ട് എഴുതണേ. നല്ല വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണം. അക്ഷരങ്ങളൊക്കെ എല്ലാ വരകളിലും ടച്ച് ചെയ്ത്. ഓക്കെ, എല്ലാവരും 2 വാക്ക് എഴുതി വെച്ചോ മക്കളെ? ഓരോ പ്രാവശ്യം ഇപ്പൊ എഴുതിയാൽ മതി, പിന്നീട് പേജ് ഫുൾ എഴുതിയാൽ മതി. എഴുതിയോ എല്ലാവരും? ഓക്കെ, എഴുതുമ്പോ ഹാൻഡ് റൈറ്റിംഗ് നീറ്റ് ആയിരിക്കണേ. യെസ്, വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ലോഗ്? ലോഗിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു വെച്ചിട്ട്. LOG ലോഗ്. ഒരു പ്രാവശ്യം കൂടെ, LOG. LOG എന്താ വായിക്കുന്നേ? ലോഗ് കേട്ടോ, LOG വായിക്കുന്നതാണ് ലോഗ്. ഇനി സിപ്പ്, സിപ്പിന്റെ സ്പെല്ലിംഗ് എന്താ? ZIP അല്ലേ? സിപ്പ്, ZIP സിപ്പ്. ഓക്കെ, എല്ലാവരും എഴുതിയില്ലേ ഇത് നോട്ട്ബുക്കില് ആ 2 വാക്ക്? യെസ്, എഴുതി. അപ്പോ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോ ടീച്ചർ ഈ സ്പെല്ലിംഗും ചോദിക്കും കേട്ടോ. യെസ്, ടീച്ചർ ഒന്ന് നിങ്ങളുടെ അറ്റൻഡൻസ് എടുത്തോട്ടെ, എണീറ്റ് പോവല്ലേ. ഗൗരി നന്ദ, ഗൗരി നന്ദ, ലക്ഷ്മി അഭിലാഷ്, ലക്ഷ്മി അഭിലാഷ്, ഗോഡ്വിൻ, അലൻ ജോസഫ്, ഇഷാൻ RK, സമാജന, നഹ്ല ഫാത്തിമ, നിഹാദ്, അമന ഫാത്തിമ, നസീം മുഹമ്മദ്, ജിയോണ തെരേസ്, ഓക്കെ, മുഹമ്മദ് സാദ്, ഷൻസ ഫാത്തിമ, ആരോമൽ P, ജസ്വിൻ സിജോ, ധ്യാൻ PV,
ദേവപ്രിയ, അതുൽ, മസ്ലോബ, സർഗ സജിത്, ഷാമിൽ, ഐവിൻ ജേക്കബ്, ഐവിന പ്രകാശ്, ഐവിന പ്രകാശ്, വൈഷ്ണവ്, അന്ന ഗ്രേസ്, ആദൽ സെറിൽ, ക്രിസ്റ്റി ജോസഫ്, ക്രിസ്റ്റോസ് ജോൺസ് ജോബി, ഭാവിക, അനയ റോസ്, ആഹാസ് മുഹമ്മദ്, ആഹാസ് മുഹമ്മദ്, ആഹാസ് മുഹമ്മദ്, പാർവണ, പാർവണ, ആൻഡ്രോസ് ജിയോ, അയോൺ സാബിൻ, കാശിനാഥ്, അഭിരാമി സജിത്, ഗൗരി നന്ദ, ഗൗരി നന്ദ എഴുതിയിട്ടുണ്ടല്ലേ. ഓക്കെ, സുനാം ടീച്ചർ എല്ലാവരുടെയും പേര് വിളിച്ചില്ലേ മക്കളെ? ഇനി ആരുടെയെങ്കിലും പേര് വിളിക്കാനുണ്ടോ? ഇല്ല, എല്ലാവരുടെയും പേര് വിളിച്ചു. Abhirami Sajid. Yes. What happened? Where is Abhirami? 1 second. Yeah, unmute ചെയ്തേ മോളെ. മിസ് ഇവിടെ ഒരു സ്റ്റുഡന്റും കൂടി ഉണ്ട്, അർജുൻ രാജേഷ്. എന്താ ഒന്ന് പേര് പറയോ? അർജുൻ രാജേഷ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു കേട്ടോ, താങ്ക്സ്. ബാക്കി എല്ലാവരുടെ പേര് ടീച്ചർ വിളിച്ചില്ലേ മക്കളെ? ഇനി ആരെങ്കിലും രണ്ടുപേരുണ്ടോ, ഇരിക്കുന്നവരുണ്ടോ? ഇല്ല. യെസ്, ഇവിടെ ഭാവിക ഈ സമയം കൊണ്ട് ആ നോട്ട് കംപ്ലീറ്റ് ആക്കി ടീച്ചറിനെ ഇപ്പൊ കാണിച്ചു തന്നു. മെടുക്കി. ആരൊക്കെയോ എഴുതുന്നുണ്ടല്ലേ? കുറെ മക്കള് ടീച്ചർ അറ്റൻഡൻസ് എടുത്ത സമയത്ത് ക്ലാസ് വർക്ക് ഹോംവർക്ക് തന്നത്. സിയാനുണ്ട്. സിയാൻ ഞാൻ വിളിച്ചായിരുന്നല്ലോ ഇല്ലേ? ഓക്കെ, യെസ്. ടീച്ചർ ആരുടെയെങ്കിലും പേര് വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കൈവക്കി കാണിച്ച് ടീച്ചറിനോടൊന്ന് പറയണേ, കാരണം നിങ്ങളുടെ അറ്റൻഡൻസ് പോകാൻ പാടില്ല. ഓക്കെ,
യെസ്, ആരോമൽ എഴുതി. കുറെ കുട്ടികൾ ഈ സമയത്തിരുന്ന് എഴുതിയിരുന്നു കേട്ടോ. നല്ല മക്കളാ കേട്ടോ. ടൈം വേസ്റ്റ് ആക്കിയില്ല നിങ്ങള്. നിങ്ങൾ ആ സമയത്ത് നോട്ട് കംപ്ലീറ്റ് ചെയ്തു, നന്നായിട്ട് ചെയ്തു. യെസ്, ഗുഡ്. യാ, നിങ്ങൾ എഴുതുമ്പോ മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നീറ്റ് ആയിരിക്കണേ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് 3 ലൈനിലും ടച്ച് ചെയ്യിക്കുക. സ്മോൾ ലെറ്റേഴ്സ് അല്ലെ 3 ലൈനിലും ടച്ച് ചെയ്യേണ്ടത് വളരെ കുറവാണ് അല്ലേ. അപ്പൊ നന്ന വൃത്തിക്ക് എഴുതുക, നല്ല ഭംഗിയായിട്ട്, ഒന്നൊന്നേ തൊടാതെ അല്ലേ. നല്ല ഇപ്പോഴേ നമ്മൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് നല്ല നീറ്റ് ആയിട്ട് എഴുതി പഠിച്ചാലേ നമ്മൾ വലുതാകുമ്പോൾ നമുക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച 2 വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ലോഗ് ആൻഡ് സിപ്പ് അല്ലേ. ലോഗിന്റെ സ്പെല്ലിംഗ് ഒന്നൊരു ടീച്ചർക്ക് പറഞ്ഞു തരുവോ? LOG അല്ലേ, ലോഗ്. പിന്നെയോ അടുത്തതായിരുന്നു സിപ്പ്, ZIP, സിപ്പ്. ഓക്കെ, പിന്നെ ഒരു കാര്യം, നമുക്ക് ഇനി ഒരു ക്ലാസ്സും കൂടി ഉണ്ട് കേട്ടോ ഇന്ന്. ആരും മറന്നു പോകരുത് അടുത്ത ക്ലാസ്സിൽ കയറാനായിട്ട്. അടുത്ത ക്ലാസ്സിൽ കയറണം എല്ലാവരും കേട്ടോ. കൺഫ്യൂഷൻ വേണ്ട. ഇനി മുതൽ നമുക്ക് മൺഡേ 2 ക്ലാസ് ഉണ്ടാവും ഇംഗ്ലീഷിന്റെ. ടൈം ടേബിൾ കണ്ടതല്ലേ നിങ്ങള്? അപ്പൊ ആർക്കെങ്കിലും അതിനകത്ത് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ ടീച്ചർ മാറ്റിത്തരികയാണ്. നമുക്ക് ഉണ്ട് 2 ക്ലാസ് ഉണ്ട് മൺഡേയില്. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കല്ലേ. അടുത്ത ക്ലാസ്സിൽ എന്തായാലും കയറണം. എന്താ ഗോഡ്വിനോട് കൈവക്കി കാണിക്കുന്നുണ്ടല്ലോ, അൺമ്യൂട്ട് ചെയ്തേ. എന്താടാ അൺമ്യൂട്ട് ആയില്ല? എഴുതിയത് കാണിക്കാനാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഓർത്തു അവൻ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവില്ല എന്ന് പറയാനാണോ? നല്ല മോനാട്ടോ, എഴുതി. അപ്പൊ നമ്മൾ പരമാവധി മക്കളെ നല്ല ഭംഗിയായിട്ട് എഴുതാൻ നോക്കണേ. നല്ല ഭംഗിയായിട്ട് എഴുതിയെങ്കിലേ നമുക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താണ്, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ ആര് കണ്ടാലും പറയും ആ കൊച്ചിന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഭംഗിയാന്ന് പറയും അല്ലേ. അപ്പോ നമുക്ക് അങ്ങനെ നല്ല ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ നല്ല സമയമെടുത്ത് എഴുതണം. ഇപ്പൊ നമുക്ക് എമ്പടി സമയമുണ്ട് എഴുതാനല്ലേ. സ്കൂളിൽ വരുമ്പോ കിട്ടുന്ന പോണക്കുള്ള 40 മിനിറ്റ് സമയമൊന്നുമല്ല. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പൊ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതിയിട്ട് നിങ്ങൾക്ക് അത് ഭംഗിയായില്ല എന്ന് തോന്നുവാണെങ്കിൽ അത് മായിച്ചിട്ട് വീണ്ടും എഴുതുക. അങ്ങനെ നല്ല വൃത്തിക്ക് എഴുതുക. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ മക്കളെ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ടീച്ചറോട്? നമ്മള് ഇവിടം വരെയുള്ള നോട്ട്സ് ഒക്കെ എല്ലാവരും കംപ്ലീറ്റ് അല്ലേ? ടീച്ചർക്ക് വൈകുന്നേരം ഫോട്ടോ ഇട്ട് തരണേ. ടീച്ചർ അതിപ്പോ പറയാഞ്ഞത് അടുത്ത ക്ലാസ്സിൽ പറയാന്നോർത്തായിരുന്നു. ഇന്ന് എഴുതിയ ഈ ക്ലാസ്സിൽ എഴുതിയ ലോഗും സിബും ഒപ്പം തന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എഴുതാൻ പോകുന്നതും. ഓക്കെ, അപ്പൊ രണ്ടും കൂടെ ഫോട്ടോ എടുത്ത് ഇട്ടോളുക. ഇപ്പൊ തന്നെ എഴുതിയ കുട്ടികളുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എടുത്തിടാം. ഇപ്പൊ എഴുതിയത് ഇപ്പൊ ഈ ക്ലാസ്സിന്റെ എഴുതി കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഫോട്ടോ എടുത്തിടാവുന്നതാണ് കേട്ടോ. പരമാവധി അങ്ങനെ നോക്കിക്കോ മക്കളെ. ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമുക്ക് 40 മിനിറ്റ്സ് ടൈം ഉണ്ട് ഇത് കഴിഞ്ഞിട്ടല്ലേ. ആ സമയത്ത് നിങ്ങൾ എഴുതാൻ പറ്റുമോ നോക്കിക്കോ. നോട്ട് കംപ്ലീറ്റ് ചെയ്തോ, എന്നിട്ട് ഫോട്ടോ എടുത്തിട്ടോ. എന്നിട്ട് ഞാൻ അടുത്ത ക്ലാസ് കഴിയുമ്പോൾ ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടായി പോകും, നിങ്ങൾ മടുത്തു പോകും. ഓക്കെ, യെസ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും പറയാൻ, ചോദിക്കാൻ? ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് പഠിക്കാൻ? ടീച്ചർ ഒത്തിരി തരുന്നുണ്ടോ നിങ്ങൾക്ക് പഠിക്കാൻ? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്. ഒരു ദിവസം 2, 3, ഇപ്പൊ ഇന്ന് 4 വാക്കുകൾ വരും അല്ലേ. ചെറിയതല്ലേ, 2-3 സ്പെല്ലിംഗ് വീതമല്ലേ ഉള്ളൂ. അപ്പൊ ഈ ആദ്യത്തെ 2 വാക്ക് ഇപ്പൊ പഠിച്ച 2 വാക്കിന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. എളുപ്പമല്ലേ. ലോഗ്, LOG, ലോഗ്. സിപ്പ്, ZIP, സിപ്പ് അല്ലേ. എളുപ്പമല്ലേ. നിങ്ങളത് ആ 1 പേജ് നോട്ട്ബുക്കിൽ എഴുതുമ്പോ തന്നെ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും.
അപ്പൊ എഴുതുമ്പോ പറഞ്ഞെഴുതുക. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ സ്പെല്ലിങ് മറന്നു പോകാതെ പഠിച്ചിരിക്കും. ലോഗ് എന്ന് എഴുതുമ്പോ ലോഗ് എന്ന് പറഞ്ഞിട്ട് LOG എന്ന് പറയാ കേട്ടോ. അങ്ങനെ പറഞ്ഞെഴുതണം. ഓക്കെ, എല്ലാവരും വൈഷ്ണവേ പറഞ്ഞെഴുതണം കേട്ടോ മോനെ. സ്പെല്ലിങ് എഴുതുമ്പോ ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞിട്ട് വേണം എഴുതാനായിട്ട്. കേൾക്കുന്നുണ്ടാ വൈഷ്ണവേ ടീച്ചർ പറയുന്നേ? നല്ല മോനായിട്ട് എഴുതണേ. ആ ഗുഡ്, വെരി ഗുഡ്, നല്ല കുഞ്ഞാ. ഓക്കെ. Yes, Shansa Fatima has finished writing. Good girl. Good. Yes. ഐവിനെ ഭംഗിയായിട്ട് എഴുതണേ. ഓടി നടക്കല്ലേ. ടീച്ചർ നോക്കട്ടെ, കാണട്ടെ ആരാ ഏറ്റവും നല്ല ഭംഗിയായിട്ട് എഴുതുന്ന കുട്ടിയാരാന്ന് ടീച്ചർ നോക്കും കേട്ടോ. നല്ല വൃത്തിയായിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന കുഞ്ഞ് ആരാന്ന് ടീച്ചർ നോക്കുന്നുണ്ട്. അതാ ടീച്ചർ പറഞ്ഞത്, അക്ഷരം എഴുതുമ്പോ ഏതൊക്കെ ലൈനെ ടച്ച് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിച്ച് വേണം എഴുതാനായിട്ട്. യെസ്, ദെൻ ഷാൽ ബി വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയില്ലേ ഇന്നത്തെ കാര്യങ്ങള്? ലോഗ് ആൻഡ് സിപ്പ് അല്ലേ? അത് രണ്ടും ഇനിയിപ്പോ കുറെ കുട്ടികൾ ഇപ്പൊ എഴുതി കഴിഞ്ഞു. എഴുതി തീരാത്ത കുട്ടികള് ഇപ്പൊ തന്നെ അതിൽ എഴുതി ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തതിന് ശേഷം എണീറ്റ് പോയാൽ മതി കേട്ടോ. എന്നിട്ട് മറന്നു പോകരുത്, ഇനി ഒരു ക്ലാസ്സും കൂടെ നമുക്കുണ്ടേ. ആരും കയറാതിരിക്കരുതേ ക്ലാസ്സിലെ. അറ്റൻഡൻസ് എടുക്കുവേ. എല്ലാവരും അടുത്ത ക്ലാസ്സിൽ നിന്ന് കയറുക. ഓക്കെ മക്കളെ, ദെൻ ബൈ ബൈ. ഓക്കെ, ഗുഡ്.